എന്നാ വെള്ളം. എന്താണ് നിശ പതിവില്ലാണ്ട് വന്നത്? ഞാനാണെങ്കിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് നിൽക്കണായിരുന്നു. ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു നിശ അവിടെ ചെന്നായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വരുന്നൊന്നും അറിഞ്ഞൂടല്ല. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞല്ലേ. ചേച്ചിനാ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ല. ചേച്ചിന് മാത്രമല്ല ചേട്ടനും അങ്ങോട്ട് വരാറൊന്നുമില്ലല്ലോ ഇപ്പം. ഓരോ തിരക്കല്ലേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ജോലിക്ക് ലീവൊന്നും കിട്ടാത്തതുകൊണ്ട് ഇറങ്ങണമെന്ന് വിചാരിക്കും അമ്മനെ കാണാൻ വേണ്ടി. പിന്നെ ഓരോ തിരക്കായി പോവും, അതാണ്. അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്? സുഖമാണോ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അമ്മക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓർമ്മക്കുറവാണ്. അമ്മ ഒന്ന് രണ്ടുമൊക്കെ നടക്കണ വഴി തന്നെയാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഹാളൊക്കെ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് അമ്മനെ കുളിപ്പിച്ച് അമ്മനെ റെഡിയാക്കി കിടത്തിയിട്ട് വേണം പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ബുദ്ധിമുട്ടാണ്, പക്ഷെ അങ്ങനെ പോണ്. കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ ഉണ്ട്. വേറെയൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടാവുമല്ല. എനിക്കാണെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇവിടെ എങ്ങാനാണെങ്കിൽ ചേട്ടൻ ചീത്ത പറഞ്ഞ് ഓടിക്കുവെന്നെ. അങ്ങനെയൊക്കെ ഒന്നും ചേട്ടനോട്ട് പറ്റൂലേ. നിന്നെ സമ്മതിക്കണോട്ടാ. അല്ലെങ്കിലും ചേട്ടൻ പറയും നിശ അമ്മനെ പൊന്നുപോലെയാണ് നോക്കണമെന്ന് പറയും. അതറിയാം, നിനക്കാ പറ്റുള്ളത്. എനിക്കൊക്കെ ഒന്നും പറ്റൂല അങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. അതായത് ചേച്ചി, എനിക്ക് ചേച്ചിയുടെ ഒരു സഹായം വേണമായിരുന്നു. അതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതേ. എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു ബിസിനസ് ടൂർ ഉണ്ട്. അത് ഒരു 2-3 ദിവസത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പോയേ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് ടീം ലീഡേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് എന്തായാലും പോകണം. അപ്പം അമ്മനെ ഒന്ന് കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ചേച്ചി നോക്കുവാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. നിഷ എന്താണ് ഈ പറയുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താനാ അമ്മനെ? എൻ്റെ പൊന്നു നിഷ, അതൊന്നും നടക്കണ കഥയല്ല. എനിക്ക് അമ്മനെ നോക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടാണെന്ന് വിചാരിക്കല്ലേട്ടാ. ഈ ഇവിടെയൊക്കെ കൊണ്ട് നിർത്താൻ പറ്റൂല. ചേട്ടന് അതൊന്നും ഇഷ്ടമല്ല. ചേട്ടൻ കുറച്ച് വൃത്തി വെടുപ്പൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് അമ്മനെയൊക്കെ നിർത്തിയാൽ ഭയങ്കര പ്രശ്നമായി പോകും അത്. പിന്നെ ഞാൻ അവിടെ വന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചാലും പിള്ളേരുടെ കാര്യം ചേട്ടൻ്റെ കാര്യം ഞാനില്ലാണ്ട് പറ്റൂല. അതാണ്, എന്ത് ചെയ്യാനാണ്. ഒരു 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ചേച്ചി. ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ. എന്ത് ചെയ്യാനാണ്? എന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ രോഗികളെയൊക്കെ നോക്കണം. എന്തോരം സ്ഥലങ്ങളുണ്ട് വയസ്സായവരെ പാടില്ലാത്തവരൊക്കെ നോക്കണത്. വൃദ്ധസദനമുണ്ട്. അതല്ലാതെ ഈ ഇങ്ങനത്തെ പോലെ കിടപ്പ് രോഗികളെ നോക്കണവരുണ്ട്, ഓർമ്മക്കുറവുള്ള രോഗികളെ നോക്കണവരുണ്ട്. അവിടെയൊക്കെ കൊണ്ടേ ആക്കാതെ ഞാൻ അന്നവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലോ. ചേച്ചി ചേട്ടനൊക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ കാര്യം ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനോട് ചേട്ടനും താല്പര്യമില്ല, പിന്നെ ഞങ്ങൾക്കും താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് ആ ഒരു ദിവസം തൊട്ട് അമ്മ എന്നെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് കണ്ടേക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ചായ തിളപ്പിക്കാൻ പോലും എനിക്ക് അത്ര നന്നായിട്ട് അറിഞ്ഞൂടായിരുന്നു. എല്ലാം എന്നെ പഠിപ്പിച്ച് തന്നു. ഇന്ന് ഈ കാണുന്ന നിലയിലോട്ട് എനിക്ക് ഒരു കാര്യപ്രാപ്തിയൊക്കെ പറഞ്ഞു തന്നത് ചേച്ചിയുടെ അമ്മയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. അപ്പോൾ അവർക്കൊരു വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ നോക്കണ്ടേ. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ നോക്കൂലായിരുന്നു. ഞാനത്ര വിചാരിക്കണമല്ലോ ചേച്ചി. അമ്മക്ക് 3 മക്കളാണുള്ളത്. ഞാനും ചേട്ടനും പിന്നെ വിനും. ഞങ്ങൾ 3 പേരും പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല വൃദ്ധസ്ഥലത്ത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്ക് പറ്റൂല നോക്കാൻ. പിന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ത് പറയാനാണ്? വിനുവിനോട് ഞാനൊന്ന് പറഞ്ഞതാണല്ലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കുന്ന പറഞ്ഞപ്പോൾ അത് അവന് പറ്റൂല. പിന്നെ ഞാനെന്ത് ചെയ്യാനായിട്ടാണ്? ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളോട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം, വല്ലപ്പോഴും പോയി കണ്ടാൽ പോരെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേട്ടാ, പറ്റൂല. പൊന്നു മോളെ പറ്റൂല നിഷ. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടലില്ല.
പിന്നെ ഈ നടക്കുമ്പോഴൊക്കെ ഒന്നും രണ്ടും ഒക്കെ പോകുമെന്ന് പറയുമ്പോൾ അത് ഒട്ടും പറ്റൂല. ഞാൻ നോക്കിക്കോളാം, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കുഴപ്പമില്ല ചേച്ചി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം ട്രിപ്പ്, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്. അമ്മയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, അത് കഴിഞ്ഞിട്ടാവുള്ള ജോലിയും കാര്യങ്ങളൊക്കെ. ഞാൻ എന്നാ ഇറങ്ങട്ടെ, ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അമ്മയെ ഒറ്റക്കാണ്, പോട്ടെ. ഒന്നും വിചാരിക്കില്ല കേട്ടോ, വേറെ ഒന്നിട്ട് നിവൃത്തിയില്ല. ഞാനങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങാം. പിള്ളേരെയും കൊണ്ടൊന്നും വരാൻ പറ്റൂല, അണുക്കളൊക്കെ ആകുമ്പോൾ പ്രശ്നമാവും. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ മുടക്കം വരൂലേ. ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം കേട്ടാ. ആ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ചേച്ചി, നമുക്ക് വയസ്സാവും, നമ്മ ഇന്ന് പൊന്നു പോലെ വളർത്തുന്ന നമ്മുടെ മക്കളൊന്നും ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് വരില്ല. ഇതുപോലെ അറക്കണം, ഇഷ്ടമല്ല, ഛർദ്ദിക്കാൻ വരും, അസുഖങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് വിഷമാവും. അന്ന് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ന് അമ്മനെ കാണുന്നത് നല്ലതാണ് കേട്ടോ. ചേച്ചിയുടെ അമ്മയാണ് എൻ്റെ അമ്മായിയമ്മ. ഞാൻ പൊന്നു പോലെയാണ് നോക്കണത്. എനിക്ക് ഒന്നും കിട്ടിയിട്ടല്ല, എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കണത്. ചേച്ചി ഒരു കൊല്ലം എന്താണ്ടോ ഞങ്ങൾ വന്നിട്ട്, ഞാനൊന്നിനും പരാതി പറയാനാ ഒന്നും ചോദിക്കാനാ ഒന്നും വന്നിട്ടില്ല. ചേച്ചി വരില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടെന്നറിയാമോ. ചേച്ചിയുടെ അമ്മയാണല്ല, ചേച്ചിനോടാണല്ലോ ആദ്യം ചോദിക്കണ്ടേന്ന് ഓർത്തിട്ടാണ് വന്നേ. അമ്മനെ നോക്കാനായിട്ട് എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. ചേട്ടനും ഞാനുണ്ടെങ്കിൽ തന്നെ അമ്മനെ നന്നായിട്ട് നോക്കും. എന്തെങ്കിലും ഒരു സഹായം ആവശ്യം തന്നെ സമയത്ത് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരില്ല, വേറെ എവിടെ പോയാലും. ശരി ചേച്ചി.